ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ചെറിയ രൂപത്തിൽ ഡൗൺ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 3 മുതൽ 6% വരെ ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ഒരു 5 ETF ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളൊരു വാച്ച് ലിസ്റ്റിൽ ഇതും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അനാലിസിസിൽ ഇതും കൂടെ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ ഒരു 5 ETF കഴിഞ്ഞ ഒരു വർഷം തന്നെ ഗ്രോത്തും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തേത് തന്നെ നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ ബീസ്. ഇൻഫ്രാ ബീസ് എന്നുള്ളതാണ് ഇതിന്റെ പേര് വരുന്നത്. ഇതിന്റെ കഴിഞ്ഞ ഒരു ദിവസത്തെ ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈനസിലാണ്, നെഗറ്റീവ് റിട്ടേൺ ആണ്. 1.21% മൈനസ് ആണ്. കഴിഞ്ഞ 5 ദിവസത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.60% നെഗറ്റീവ് റിട്ടേൺ ആണ്. കഴിഞ്ഞ ഒരു മാസത്തേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.98% ഗ്രോത്ത് ആണ്. കഴിഞ്ഞ 6 മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21.92% ഗ്രോത്ത് ആണ്. കഴിഞ്ഞ ഒരു വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 54.99% ഗ്രോത്ത് ആണ്. അപ്പോ നമുക്കറിയാലോ ETF എന്ന് പറഞ്ഞാൽ താരതമ്യേന റിസ്ക് വളരെ കുറവാണ്. എങ്കിലിപ്പോ ഇതിന്റെ ഒക്കെ റിട്ടേൺസ് നോക്കുകയാണെങ്കിലും നല്ല ഹൈ റിട്ടേൺസും ആണുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുന്ന സമയത്ത് കുറേശ്ശെ വാങ്ങി വെക്കുക എന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയ വളരെ നല്ലൊരു രീതിയാണ്. അപ്പൊ അതിന് പറ്റിയ ഒരു സമയമാണ് ഇപ്പോ. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫുൾ ക്വാണ്ടിറ്റി ഈ ഒരു സമയത്ത് വാങ്ങിക്കരുത്. അതിന്റെ ഒരു 50% അല്ലെങ്കിൽ ഒരു 30% അല്ലെങ്കിൽ ഒരു 35% ഒക്കെ ക്വാണ്ടിറ്റി മാത്രം ഈ ഒരു സമയത്ത് വാങ്ങിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഡിപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത ETF ഏതാന്ന് നോക്കാം നമുക്ക്. അടുത്തത് CPSE ETF ആണ്. ഇപ്പൊ നിലവിൽ അതിന്റെ പ്രൈസ് 99 രൂപയാണ്. കഴിഞ്ഞ ഒരു ദിവസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് 2.44% നെഗറ്റീവ് റിട്ടേൺ ആണ് കേട്ടോ. കഴിഞ്ഞ 5 ദിവസത്തേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് 3.29% നെഗറ്റീവ് ആണ്. കഴിഞ്ഞ ഒരു മാസത്തേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5.74% ഗ്രോത്ത് ആണ്. കഴിഞ്ഞ 6 മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 43.92% ഗ്രോത്ത് ആണ്. കഴിഞ്ഞ ഒരു വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 121% ഗ്രോത്ത് ആണ്. എത്ര? 121. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ETF എന്ന് പറഞ്ഞാൽ ലോ റിസ്ക് ആണ്, എങ്കിൽ ഇതോ ഹൈ റിട്ടേണും ആണ്. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട രീതി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ ഡിപ്പിലും കുറേശ്ശെ വാങ്ങി നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മാർക്കറ്റ് നല്ല ഹൈന ഓൾ ടൈം ഹൈനൊക്കെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു റിട്ടേൺസ് അതിൽ ജനറേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ETF നോക്കാം നമുക്ക്. മൂന്നാമത്തെ ETF HDFC നിഫ്റ്റി സ്മാൾ ക്യാപ് 250 ETF. അതിന്റെ NSE നെയിം വരുന്നത് HDFC SML 250 എന്നുള്ളതാണ് അതിന്റെ NSE പേര് വരുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് വില എന്ന് പറഞ്ഞാൽ 174.20 ആണ്. 1 ഡേ റിട്ടേൺ നെഗറ്റീവ് തന്നെയാണ്. ഇതും 1.55% നെഗറ്റീവ് ആണ് 1 ഡേയില്. കഴിഞ്ഞ 5 ദിവസത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.71% നെഗറ്റീവ് ആണ് കേട്ടോ. കഴിഞ്ഞ ഒരു മാസത്തേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.66% ഗ്രോത്ത് ആണുള്ളത്. കഴിഞ്ഞ 6 മാസത്തേത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ 21.50% ഗ്രോത്ത് ആണ്. കഴിഞ്ഞ ഒരു വർഷത്തേത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ 56.94% ഗ്രോത്ത് ആണുള്ളത്. ഇനി അടുത്തത് നോക്കാം. നാലാമത്തെ ETF ഏതാണ്? നാലാമത്തെ ETF ആണ് നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി PSU ബാങ്ക് ബീസ്. NSE PSU ബാങ്ക് ബീസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ കറന്റ് പ്രൈസ് 81.47 ആണ്. ഇതിന്റെയും 1 ഡേ കഴിഞ്ഞ ഒരു ദിവസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് 1.52% ആണ്. കഴിഞ്ഞ 5 ദിവസത്തേത് നോക്കുകയാണെങ്കിൽ 0.27% ആണ് ഗ്രോത്ത് ഉള്ളത്. കഴിഞ്ഞ ഒരു മാസം മൈനസ് നെഗറ്റീവ് 2.03% ആണ് ഉള്ളത്. കഴിഞ്ഞ 6 മാസത്തേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26.35% ഗ്രോത്ത് ആണ്. കഴിഞ്ഞ ഒരു വർഷത്തേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60.79% ഗ്രോത്ത് ആണുള്ളത്. ഇനി അടുത്ത അഞ്ചാമത്തെ ആൻഡ് ലാസ്റ്റ് ETF ആണ് നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി നെക്സ്റ്റ് 50 ജൂനിയർ ബീസ്. NSE ജൂനിയർ ബീസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഇന്നത്തെ പ്രൈസ് 760.02 ആണ് നമ്മൾ ഇന്നത്തെ റേറ്റ് വരുന്നത്. ഇതിന്റെയും 1 ഡേ കഴിഞ്ഞ ഒരു ദിവസത്തെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. 2.50% നെഗറ്റീവ് ആണ്. കഴിഞ്ഞ 5 ദിവസത്തേതോ നെഗറ്റീവ് 3.95% ആണ്. കഴിഞ്ഞ ഒരു മാസത്തേത് നോക്കുകയാണെന്നുണ്ടെങ്കിലും 0.37% നെഗറ്റീവ് റിട്ടേൺ ആണ്. കഴിഞ്ഞ 6 മാസത്തേത് നോക്കുകയാണെങ്കിൽ 34.06% ഗ്രോത്ത് ആണുള്ളത്. കഴിഞ്ഞ ഒരു വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 61.67% ഗ്രോത്ത് ആണുള്ളത്.
അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തന്ന 5 ETF-കളും കഴിഞ്ഞ ഒരു വർഷം നല്ല റിട്ടേൺസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 5 ETF-നും അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഒക്കെ ഉള്ള ഒരു ETF-കളാണ്. അപ്പൊ ഓരോ ഡിപ്പിലും നമ്മൾ കുറേശ്ശായിട്ട് വാങ്ങി ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോ നമുക്ക് 3 മുതൽ 6% വരെ ഡിപ്പിലാണ് ഇപ്പൊ ഇത് നിൽക്കുന്നത്. നമ്മുടെ ഇൻഫ്രാബീസ്, ഞാൻ ആദ്യം പറഞ്ഞ ഇൻഫ്രാബീസ് എന്നുള്ള ETF 3% ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. CPSE ETF 6% ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഓൾ ടൈം ഹൈയിലാണ്, അതിന്റെ ഓൾ ടൈം ഹൈ പ്രൈസിൽ നിന്നും 6% ഡൗൺ ആണ്. അതേപോലെ തന്നെ HDFC SML 250 എന്ന ETF 5% ഡിസ്കൗണ്ട് പ്രൈസിലാണുള്ളത്. PSU ബാങ്ക് ബീസ് 4% ഡിസ്കൗണ്ട് പ്രൈസിലാണുള്ളത്. ഇപ്പൊ അവസാനം പറഞ്ഞ ജൂനിയർ ബീസ് 6% ഡിസ്കൗണ്ട് പ്രൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഷെയർ ചെയ്ത വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഈസ് VM റഫീഖ് സൈനിങ് ഓഫ്.